കാന്ത സിനിമയുടെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്രയെന്ന് നോക്കാം. കേരളത്തിൽ 3,22,00,000, തമിഴ്നാട്ടിൽ 6,25,00,000, ആന്ധ്ര തെലുങ്കാന സ്റ്റേറ്റുകളിൽ നിന്നും 4,40,00,000, കർണാടകയിലും റോയിൽ നിന്നും 1,75,00,000, ഓവർസീസിൽ 5,85,00,000. അങ്ങനെ കാന്ത സിനിമയുടെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 21,47,00,000 അമൽ നീരദ് നെസ്ലിൻ പടത്തിലേക്ക് എസ്.ജെ. സൂര്യനെ കാസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഡിസ്കഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. അമൽ നീരദിൻ്റെ ഈ ഒരു പുതിയ സിനിമയിൽ നെസ്ലിനെ കൂടാതെ സൗബിൻ ഷായറും ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോ, ടൊവിനോ തോമസ് എന്നിവരുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാം ഓക്കെ ആവുകയാണെങ്കിൽ എസ്.ജെ. സൂര്യയും ഈ ഒരു കാസ്റ്റിലുണ്ടാവും. 2026 ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. പ്രണവ് മോഹൻലാലിൻ്റെ DSR സിനിമയുടെ 18 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയെന്ന് നോക്കാം. കേരളത്തിൽ 36,30,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 10,80,00,000, ഓവർസീസിൽ 33 കോടിയും. അങ്ങനെ 18 ദിവസം കൊണ്ട് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമ നേടിയത് 80,10,00,000. നിവിൻ പോളി ബി ഉണ്ണികൃഷ്ണൻ പടത്തിൻ്റെ പുതിയ ഷെഡ്യൂൾ റാപ്പായിട്ടുണ്ട്. കൊച്ചിയിലും ദുബായിലുമാണ് ഇനി സിനിമയുടെ അടുത്ത ഷെഡ്യൂളുകൾ നടക്കാൻ പോകുന്നത്. അടൂർ ഗോപാലകൃഷ്ണനും മമ്മൂട്ടിയും ഒന്നിക്കുന്ന സിനിമ വരാൻ പോകുന്നു. മമ്മൂട്ടി കമ്പനിയായിരിക്കും ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. വിലായത്ത് ബുദ്ധ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് സിനിമയുടെ റിലീസ്. സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ഉടനെ തുടങ്ങും. മെമ്മറീസ് 2മായി ബന്ധപ്പെട്ടുള്ള ചില തോട്ടുകൾ ജിത്തു ജോസഫ് ഇപ്പോൾ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പൃഥ്വിരാജ് വിലായത്ത് ബുദ്ധ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായി കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ദൃശ്യം പോലെ തന്നെ ജിത്തു ജോസഫിൻ്റെ ത്രില്ലറുകളിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ളൊരു ചിത്രം കൂടിയാണ് മെമ്മറീസ്. എന്തായാലും മെമ്മറീസ് 2 സംഭവിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം.